രാജ്യം വീണ്ടും ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായ ശ്രീ ജഗദീപ് ധൻഖർ 2025 കൃത്യമായി പറഞ്ഞാൽ ജൂലൈ മാസം 21-ാം തീയതി അനാരോഗ്യം ചൂണ്ടിക്കാട്ടി രാജിവെക്കുകയാണ്. കാലാവധി പൂർത്തിയാവുന്നതിന് മുൻപ് രാജിവെക്കുന്ന 3ാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. ഉപരാഷ്ട്രപതി എന്ന പദം കടം കൊണ്ടിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യ മഹാരാജ്യത്തെ 2ാമത്തെ ഉയർന്ന പദവിയാണ് ഉപരാഷ്ട്രപതി അലങ്കരിക്കുന്നത്. ഭാരതത്തിലെ 2ാമത്തെ ഉയർന്ന പൗരൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 5-ൽ ആർട്ടിക്കിൾ 63 മുതൽ 70 വരെയാണ് ഉപരാഷ്ട്രപതിയെ പറ്റി പരാമർശിക്കുന്നത്. ഇനി പരാമർശിക്കേണ്ടത് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചാണ്. ആരൊക്കെ ചേർന്നാണ് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്നത്? ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്ന ഒരു ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുക. ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 66 ആണ്. എന്നാൽ ഇത്തവണത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് ആർട്ടിക്കിൾ 68-ലെ ക്ലോസ് 2 പ്രകാരമാണ്. എന്താണ് ആർട്ടിക്കിൾ 68 ക്ലോസ് 2 പരാമർശിക്കുന്നത്? ഉപരാഷ്ട്രപതിയുടെ രാജി, മരണം, നീക്കം ചെയ്യൽ തുടങ്ങി മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനം വേക്കന്റ് ആയാൽ ആ സ്ഥാനത്തേക്ക് എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 68-ലെ ക്ലോസ് 2. 1987 ശേഷം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള ആദ്യ മുൻകാല തെരഞ്ഞെടുപ്പാണിത്. ഇത്തവണ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരരംഗത്തുള്ളത് ഇന്ത്യയുടെ നോമിനിയായിട്ടുള്ള CP രാധാകൃഷ്ണനും ഇന്ത്യ മുന്നണിയുടെ നോമിനിയായിട്ടുള്ള B സുദർശൻ റെഡ്ഡിയുമാണ്. 2 പേരെ നമുക്ക് പരിചയപ്പെടാം. CP രാധാകൃഷ്ണൻ എന്ന ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ തമിഴ്നാട് സ്വദേശിയാണ്. 1998-ൽ കോയമ്പത്തൂരിൽ നിന്നും ലോക്സഭാംഗം, പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ, തെലങ്കാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുടെ ഗവർണർ സ്ഥാനം അലങ്കരിച്ച വ്യക്തി കൂടിയാണ് CP രാധാകൃഷ്ണൻ. B സുദർശന റെഡ്ഡി എന്ന ബാലകൃഷ്ണ സുദർശൻ റെഡ്ഡി തെലങ്കാന സ്വദേശിയാണ്. 2007 മുതൽ 2011 വരെ സുപ്രീം കോടതിയുടെ ജഡ്ജിയായിരുന്നു. ഗുവാഹത്തി ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ ഗോവയുടെ ആദ്യ ലോകായുക്ത എന്നീ പദവികൾ അലങ്കരിച്ച വ്യക്തിയാണ് B സുദർശൻ റെഡ്ഡി. അടുത്ത 5 വർഷം ആരാവും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് സെപ്റ്റംബർ 9-ന് നമുക്കറിയാം. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിക്കായി നമുക്ക് കാത്തിരിക്കാം.